നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കന്നി ലഗ്നത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. കന്നി ലഗ്നത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതകൾ എന്തെല്ലാം, അവർക്ക് ഈ കുംഭമാസത്തിൽ എന്തൊക്കെ ഗുണഫലങ്ങൾ ഉണ്ടാകും എന്നൊന്ന് നമുക്ക് നോക്കാം. രാശിചക്രത്തിൽ 6ാമത് സ്ഥിതി ചെയ്യുന്ന ലഗ്നമാണ് കന്നി ലഗ്നം. 150 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെയാണ് ഈ ലഗ്നം. ഈ രാശി സ്ത്രീ രാശിയും ഉദയരാശിയും യുഗ്മരാശിയും ശീർഷോദയ രാശിയും പൃഥ്വി രാശിയുമാണ്. ഇവർ ഉത്രത്തിന്റെ അവസാന പാദം 3 പാദം, ഉത്രം 2, 3, 4 പാദവും അത്തവും ചിത്തിരയുടെ ആദ്യ 2 പാദവും ചേരുന്ന നക്ഷത്രത്തിൽ ജനിച്ചവരാണ്. ഈ ലഗ്നത്തിൽ ജനിച്ചവർ സ്വന്തം കഴിവുകളെ കൊണ്ടും പ്രയത്നം കൊണ്ടും ഉയർച്ച ഉണ്ടാക്കുന്നവരാണ്. ശരിയും തെറ്റും വിവേചിച്ചറിയുന്നവരും മറ്റുള്ളവരോട് തണുപ്പൻ സമീപനവുമായിരിക്കും. ഇവരെ ആരെങ്കിലും കഠിനമായി വേദനിപ്പിച്ചാൽ അവരോടുള്ള വെറുപ്പും വിദ്വേഷവും എളുപ്പം മറക്കുകയും വെറുക്കുകയുമില്ല. എങ്കിലും അനുനയത്തിന് വഴങ്ങുന്നവർക്ക് പ്രവർത്തന രംഗത്ത് ശക്തമായ വിരോധികളും അസൂയാലുക്കളും ഉണ്ടാകും. കന്നിരാശി ബുധന്റെ സ്വക്ഷേത്രവും ഉച്ചക്ഷേത്രവും ശുക്രന്റെ നീചക്ഷേത്രവും ആണ്. ഇവർക്ക് 2ഉം 9ഉം ഭാവാധിപനായ ശുക്രനും ലഗ്നാധിപനും 10ാം ഭാവാധിപനുമായ ബുധനും 5ഉം 6ഉം ഭാവാധിപനായ ശനിയും ഒരുപാട് യോഗഫലങ്ങൾ നൽകുന്നതാണ്. എന്നാൽ ചൊവ്വയും വ്യാഴവും അത്ര ശുഭകരമല്ല. ഇവർ സുഖഭോഗങ്ങളെക്കാളും പണത്തെക്കാളും കൂടുതലായി ബുദ്ധിയെ ഇഷ്ടപ്പെടുന്നു. കുടുംബാംഗങ്ങളിൽ നിന്ന് സ്നേഹപൂർണമായ പെരുമാറ്റം ലഭിക്കുക ഇവർക്ക് അത്ര എളുപ്പമല്ല. ചെയ്യുന്ന ജോലി അടുക്കും ചിട്ടയോടും വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കും. എന്നാൽ പണം ആരും അറിയാതെ സൂക്ഷിച്ചു വയ്ക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിലും അവസാനം അത് എങ്ങനെ ചിലവാകുന്നു എന്നറിയില്ല. അത് പല വഴിക്കും ചിലവായി പോവുകയും ചെയ്യും. എല്ലാം വളരെ ആലോചിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ. ഒരേ സമയത്ത് 2 ജോലികൾ ചെയ്യുന്നതിന് ഇവർക്ക് സാധിക്കും. ജാതകത്തിന് ബുധന് ബലമുണ്ടെങ്കിൽ ഏത് എതിർപ്പിനെയും വകവയ്ക്കാതെ ലക്ഷ്യത്തിലെത്തുവാൻ ഇവർ നല്ല പരിശ്രമം ചെയ്യും. ബുധന് ബലഹീനതയുണ്ടായാൽ എതിർപ്പുകൾക്ക് കീഴടങ്ങി പ്രവർത്തിക്കേണ്ടതായും വരും. കന്നിരാശിക്കാർ ലേഖനങ്ങളും എഴുത്തുകുത്തുകളും കണക്കുകളുമൊക്കെ കൃത്യമായി സൂക്ഷിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നതിനുള്ള പ്രത്യേക ഒരു കഴിവ് ഇവർക്കുണ്ടാകും. അതുകൊണ്ട് എല്ലാ വിഭാഗത്തിലും പെടുന്ന ഇൻസ്പെക്ടർ, ഓഡിറ്റർ, ടാക്സ് ഓഫീസർ ഈ നിലകളിൽ, അതുപോലെ തന്നെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുവാനും ഒക്കെ ഉള്ള അവസരം ഇവർക്ക് ധാരാളം വന്നു ചേരും. ഏത് രംഗത്തും അവർ ശോഭിക്കുന്നവരാണ്. എന്നാൽ രോഗഭയം ഇവർക്ക് അല്പം അധികമാണ്. ജാതകത്തിൽ ശനി 2, 6, 12 ഭാവങ്ങളുമായും കന്നിരാശിയുമായി നല്ല ബന്ധമുണ്ടായാൽ ജാതകർ ഗണിതത്തിലും അക്കൗണ്ടന്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് മുതലായ കാര്യങ്ങളിൽ ഇവർക്ക് അമിതമായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സാമർഥ്യം ഉണ്ടാവും. എല്ലാം സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നതിനുള്ള ഒരു താല്പര്യം ഇവർ പ്രകടിപ്പിക്കുകയും ചെയ്യും. എന്നാൽ 2, 6, 10 ഭാവങ്ങളുമായും കന്നിരാശിയുമായും വ്യാഴത്തിന്റെ ബന്ധമുണ്ടായാൽ ശാസ്ത്ര സാങ്കേതികപരമായും ബുദ്ധിപരവുമായ തൊഴിലുകളിൽ സാമർഥ്യം ഉണ്ടാകും. ഇവർക്ക് വളരെ ചെറിയ ചെറിയ രോഗങ്ങൾ, ചെറിയ മുറിവുകൾ, ഉദര രോഗങ്ങൾ, രക്തദൂഷ്യം ഇവയൊക്കെ ഉണ്ടാകാം.
പലതരം മനക്ലേശങ്ങളും അസഹിഷ്ണുതയും ഇവരിൽ അല്പം വർദ്ധിച്ചിരിക്കും. ഇവരുടെ കൈയക്ഷരത്തിന് കനം കുറഞ്ഞും അക്ഷരങ്ങളിൽ മുകളിലത്തെ പകുതിക്ക് കൂടുതൽ മിഴിവും ഉണ്ടായിരിക്കും. ഏറ്റവും നല്ല ദിവസം ബുധനാഴ്ചയും അതിൽ ബുധഹോരയുമാണ്. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഇവർക്ക് നല്ല ദിവസമാണ്. ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും ഒട്ടും നല്ലതല്ല. ഞായറാഴ്ച നഷ്ടം വരുത്തുന്ന ദിവസമാണ്. പച്ചയും വെള്ളയും നീലയും അനുകൂല നിറങ്ങളാണ്. ചുവപ്പ് ചീത്ത വസ്ത്രമാണ്. മരതകം, വജ്രം, ഇന്ദ്രനീലം ഇവ ഉപയോഗിക്കുന്നത് വളരെ ഉത്തമമാണ്. മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. വസ്ത്രവും ധനവും കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് ഗുരുസന്നിധിയിലേക്ക് പോകുന്നതിന് വേണ്ടി കുടം നിറയെ പൂവായി നിൽക്കുന്ന ഒരു കന്യകയുടെ രൂപമാണ് ഈ കന്നിരാശിയുടെ അല്ലെങ്കിൽ കന്നിലഗ്നത്തിന്റെ ആദ്യ ദ്രേക്കാണം. ഇത് സൗമ്യ ദ്രേക്കാണവും സ്ത്രീ ദ്രേക്കാണവുമാണ്. ഇരുണ്ട നിറവും തലയിൽ വസ്ത്രവും ഒരു കയ്യിൽ എഴുത്താണിയും മറുകൈയിൽ വലിയ വലയും വരവ് ചെലവ് കണക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ശരീരം നിറയെ രോമങ്ങളുള്ള ഒരു പുരുഷനാണ് മധ്യദ്രേക്കാണം. ഇത് പുരുഷദ്രേക്കാണവും ആയുധ ദ്രേക്കാണവുമാണ്. എന്നാൽ അന്ത്യദ്രേക്കാണമാകട്ടെ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറവും നല്ലതുപോലെ കഴുകിയ നല്ല ശുഭ്രം ആയിട്ടുള്ള ഈറൻ വസ്ത്രവും നല്ല തലയെടുപ്പും കയ്യിലൊരു കുടവും ചട്ടുകവുമായി ദേവാലയത്തിലേക്ക് പോകുന്ന സ്ത്രീയാണ് ഇതിൻ്റെ അന്ത്യദ്രേക്കാണം. ഇത് സൗമ്യവും സ്ത്രീ ദ്രേക്കാണവുമാണ്. ഇനി അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുംഭമാസം എന്തെല്ലാം ഗുണഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം. കുംഭമാസത്തിൽ ധനധാന്യ സമൃദ്ധിയും ഗ്രഹോപകരണങ്ങൾ, ഗ്രഹത്തിൽ ഐശ്വര്യം, കുടുംബാംഗങ്ങളുടെ സഹകരണം, സന്താന സുഖം, മേലധികാരികളുടെ വിശ്വാസം ഇവയൊക്കെ ഇവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ സ്ഥലം മാറ്റം കാരണം അല്പം ഇങ്ങനെ ജനവാസം കുറഞ്ഞ സ്ഥലത്തേക്ക് താമസം മാറേണ്ടതായ സാഹചര്യവും വരാം. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടേണ്ടതായും ദാക്ഷിണ്യമില്ലാതെ പെരുമാറേണ്ടതായും ഒരു സാഹചര്യവും വന്നു ചേരാം. അല്പം പിടിവാശിയും കർക്കശ സ്വഭാവവും കൊണ്ട് മറ്റുള്ളവരുടെ അപ്രീതിക്ക് പാത്രമാകുന്നതാണ്. ഉത്സാഹക്കുറവ്, സ്ത്രീകൾ നിമിത്തം പലതരം ക്ലേശങ്ങൾ, സുഖകരമല്ലാത്ത ശാരീരിക സ്ഥിതി, ഭൂസ്വത്ത്, വാഹനം, ധനം ഇവയ്ക്കൊക്കെ അല്പസ്വല്പമായ നഷ്ടം, പാരവശ്യം, അപവാദം, ഭയം, ഓർമ്മക്കേട്, അശ്രദ്ധ മൂലം ധനനഷ്ടം, പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും വരാമെങ്കിലും സമയത്തിനനുസരിച്ചുകൊണ്ട് ഓരോ പ്രധാന ദിവസങ്ങളും ഇപ്പം കുംഭമാസത്തിലെ ശുഭരാത്രി വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ശിവഭഗവാനെ പ്രാർത്ഥിക്കുക, വ്രതമെടുക്കുക, പഞ്ചാക്ഷരി ജപിക്കുക, അതുപോലെ തന്നെ ശുഭഭഗവാന് കൂവളത്തിൻ്റെ ഇല സമർപ്പിക്കുക, കൂവളമാല ഭഗവാന് സമർപ്പിക്കുക. ക്ഷേത്രദർശനം സാധിക്കാത്തവർ വീട്ടിൽ മാനസപൂജയായിട്ട് തന്നെ ഇതൊക്കെ ചെയ്യുക. കുംഭമാസത്തിലെ മകം ചോറ്റാനിക്കരമേ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പൊങ്കാല ദിവസം വളരെ ആറ്റുകാൽ പൊങ്കാല ദിവസമൊക്കെ, അതായത് മകത്തിൻ്റെ അന്ന് കൃത്യം 2 മണിക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക. മകത്തിൻ്റെ അന്ന് മാത്രമല്ല, ആറ്റുകാൽ പൊങ്കാലയിലിടുന്ന നമ്മൾക്കും മനസ്സുകൊണ്ട് അമ്മയ്ക്ക് പൊങ്കാല നിവേദിക്കുക. അതുപോലെ കുംഭഭരണി നാളിൽ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക. ഏകാദശി, ഷഷ്ഠി, പഞ്ചമി തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ അതാത് പ്രാർത്ഥനകൾ ചെയ്യുക. ഓരോ ദിവസവും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടുകൂടി മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്തോടുകൂടി എല്ലാം ശുഭമായി തീരുന്നതാണ്. വരുന്ന കഷ്ടങ്ങളെ അതിജീവിക്കുന്നതിനായി വ്യാഴം 9-ൽ നിൽക്കുന്നതുകൊണ്ട് വിഷ്ണു സഹസ്രനാമം അതുപോലെ ലളിതാ ത്രിശതിയൊക്കെ ജപിക്കുന്നത്
ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. എല്ലാ നല്ല ഗുണഫലങ്ങളും അനുഭവിക്കുവാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.